നരേന്ദ്രമോദിയുടെ അമ്മയെപ്പറ്റി അപവാദം പറഞ്ഞു വരുത്തിയ കോൺഗ്രസ്സുകാരെ തെരുവിലിട്ട് നേരിട്ട് ബീഹാർ ജനത. തല്ലിയത് BJP-ക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ് നടക്കുകയാണ് കോങ്ങികൾ. പക്ഷേ തല്ലിയത് BJP-ക്കാർ മാത്രമല്ല, അവിടെയുള്ള സാധാരണ ജനങ്ങൾ കൂടി കോൺഗ്രസ്സുകാരുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സംഭവം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ ഒരു യാത്ര നടക്കുന്നുണ്ടല്ലോ, വോട്ടധികാർ യാത്ര. വോട്ടർ പട്ടിക അട്ടിമറിയിലൂടെയാണ് BJP എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ വിജയം നേടുന്നത്. അതായത് BJP തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്ന അഭിപ്രായ സർവേകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ BJP-ക്ക് അവിടെ വലിയ വിജയ സാധ്യതയൊന്നുമില്ല. ഇന്ത്യ മുന്നണിക്കാണ് വിജയസാധ്യത. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴും ഇന്ത്യ മുന്നണിക്കാണ് വിജയമെന്ന് കാണിക്കുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അവിടെ BJP വലിയ ഭൂരിപക്ഷത്തോടെ, അല്ലെങ്കിൽ NDA സഖ്യം വലിയ ഭൂരിപക്ഷത്തോട് വിജയിക്കുന്നു. ഇതെന്ത് മറിമായമാണ് സംഭവിക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും എല്ലാം തെറ്റാണെന്ന് വിലയിരുത്തിയ പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി. എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട്, അഭിപ്രായ സർവേകളുമായി ബന്ധപ്പെട്ടുള്ള ടെലിവിഷൻ ചർച്ചകളിലേക്ക് ഒന്നും പ്രതിനിധികളെ അയക്കാതെ, അല്ലെങ്കിൽ പ്രതിനിധികൾ വന്നാൽ തന്നെ ഈ അഭിപ്രായ സർവേകളെല്ലാം തള്ളിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അഭിപ്രായ സർവേകളിൽ എല്ലാം BJP വിജയിക്കുമെന്നാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയല്ല, BJP വിജയിക്കുമെന്നാണ്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹം എക്സിറ്റ് പോളുകളെ പറ്റി തള്ളിപ്പറഞ്ഞത്. തീർച്ചയായും എക്സിറ്റ് പോളുകൾ ഇവർക്ക് അനുകൂലമായി വരുമ്പോൾ ഇവർക്ക് എക്സിറ്റ് പോളുകൾ വേണം, എക്സിറ്റ് പോളുകൾ ഇവർക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ ഇവർക്ക് എക്സിറ്റ് പോൾ വേണ്ട. ഇങ്ങനെയാണല്ലോ ഇലക്ഷൻ റിസൾട്ടിനെ പറ്റിയും ഉള്ള അവസ്ഥ. അത് ഈ ബാലറ്റ് പെട്ടിയുടെ പ്രശ്നമാണ്, EVM-ൻ്റെ പ്രശ്നമാണ്. അതുപോലെ ഇപ്പോൾ ക്രമക്കേടുകൾ, മറ്റു രീതിയിലുള്ള ക്രമക്കേടുകൾ എപ്പോഴും, അതായത് ഒരു ബാഡ് വർക്കർ ബ്ലെയിംസ് ഹിസ് ടൂൾസ് എന്ന് പറയും. അതായത് ഒരു മോശം പണിക്കാരൻ അയാളുടെ പണി ആയുധങ്ങളെ പഴിക്കും എന്ന് പറയും. ഇതാണ് ഇവിടെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. തീർച്ചയായും ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ മറ്റൊരു റിസൾട്ട് തന്നെ ഈ എക്സിറ്റ് പോളുകളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അഭിപ്രായ സർവേ ആയാലും എക്സിറ്റ് പോളുകളായാലും അതിൽ തെറ്റാനുള്ള ഒരു സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അത് യഥാർത്ഥ വസ്തുതയുമായി ഒത്തുപോകാത്ത ഒരു സാഹചര്യം അതുണ്ടാകും. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജനവിധി എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇലക്ഷനും ഒന്നും തന്നെ ആവശ്യമില്ലല്ലോ. 100% പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. 100% എന്നല്ല, ഒരു 50% പോലും നമുക്ക് ജനവിധി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അതായത് ഇത് നിശ്ചയമായും ഇത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊരിക്കലും ജനാധിപത്യത്തിൽ സാധ്യമല്ല എന്നുള്ളത് ഈ രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടും എന്നാണ് എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേ വോട്ടുകളും എല്ലാം BJP-യെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ നടന്നത് അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു പുകമുറ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ആ പുകമുറയുടെ ഭാഗമായിട്ടാണ് ഈ അഭിപ്രായ സർവേ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പ്രവചനം നടത്തുന്നു, എക്സിറ്റ് പോളുകൾ തങ്ങൾക്ക് അനുകൂലം ആണെന്ന് പ്രവചനം നടത്തുന്നു. പക്ഷേ ജയിക്കുന്നത്, റിസൾട്ട് വരുമ്പോൾ BJP ജയിക്കുന്നു. ഇങ്ങനൊരു പുകമുറ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയാണ്. വാസ്തവത്തിൽ എക്സിറ്റ് പോളുകൾ BJP ജയിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് 90% സ്ഥലങ്ങളിലും BJP തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞ 90% സ്ഥലങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് പോളുകൾ തെറ്റാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു വലിയ ക്രമക്കേടൊന്നും നമുക്കിതിൽ കാണാൻ പറ്റില്ല. അത് മാത്രമല്ല, എക്സിറ്റ് പോൾ ആയാലും അഭിപ്രായ സർവേ ആയാലും അതിലൊന്നും വലിയ അതൊരു 100% ഒരു ആക്യുറസി ഉള്ള ഒരു പ്രഡിക്ഷനായിട്ട് നമുക്ക് എടുക്കാനും കഴിയില്ല. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വിജയം നേടിയ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളുണ്ട്, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. എന്തോ പരാതി പോലെയാണ് പറയുന്നത്. BJP വലിയ വിജയം നേടിയിരിക്കുന്നു. ജനാധിപത്യത്തിൽ ഇതെല്ലാം സംഭവ്യമാണ്. അതാണ് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്. കാരണം ഇതെല്ലാം സ്വാഭാവികമാണെന്ന് വിശ്വസിക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്തോ മനസ്സ് വരുന്നില്ല, അല്ലെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ കാണുന്നത്. വോട്ടർ പട്ടികയിൽ നടത്തുന്ന ക്രമക്കേട്, അതായത് വോട്ടിംഗ് മെഷീനിലൊക്കെ കാണിക്കുന്ന ചില ക്രമക്കേടായിരുന്നു ആദ്യം ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന EVM തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് പൊളിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടും പൊക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP-യൊക്കെ എല്ലാ തവണ വിജയിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ രാഹുൽ ഗാന്ധി ഒരു അണുബോംബ് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. പക്ഷേ അതിൽ വലിയ പ്രതികരണമൊന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയില്ല. ഈ വോട്ടധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ബീഹാറിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുമെന്ന് മാത്രമേ ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബീഹാറിലെ നിയോജക മണ്ഡലങ്ങളിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം, അവിടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെ ചെയ്യണമല്ലോ.
അതിനുവേണ്ടിയാണ് ഇവിടെ ഈ വോട്ടധികാർ യാത്ര എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ബീഹാറിൽ കഴിഞ്ഞ 5 വർഷം ഭരിച്ച ഗവൺമെൻറ് എന്താണ് ചെയ്തത്, അവിടെ എന്താണ് ചെയ്യാത്തത്, എന്ത് വികസനമാണ് അവിടെ വരേണ്ടിയിരുന്നത്, എന്താണ് വന്നത്, ഇത്തരം കാര്യങ്ങളാണ് ചർച്ചയാക്കേണ്ടത്. അങ്ങനെയാണ് അവിടെ ഭരണം പിടിച്ചെടുക്കേണ്ടത്. അതിനു പകരം നരേന്ദ്രമോദി വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നേ, അവിടെ എന്താണ് ജനാധിപത്യം തകരുന്നേ, ഭരണഘടന ഇല്ലാതാക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ദുരൂഹമായിട്ടുള്ള ഇങ്ങനെ ഒരു തെളിവുമില്ലാതെ ഇതുപോലെ കഥകൾ ഉണ്ടാക്കിയാണ് രാഹുൽ ഗാന്ധി ബീഹാർ സംസ്ഥാനം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത്. ജനങ്ങളുടെ പ്രതികരണം അത് വളരെ തണുത്തതായിരുന്നു. കാരണം ഇവൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കട്ടെ, ഇതിന് വലിയ കാര്യമൊന്നുമില്ല എന്നൊരു നിലപാടായിരുന്നു ജനങ്ങൾ സ്വീകരിച്ചത്. ഈ CSDSൻ്റെ മുൻ കോ ഡയറക്ടർ വന്ന് ഈ ഞാൻ ചെയ്ത കണക്കുകളെല്ലാം തെറ്റിപ്പോയി, മഹാരാഷ്ട്രയിൽ എൻ്റെ കണക്കുകളെല്ലാം തെറ്റിപ്പോയി, അസംബ്ലി ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനും തമ്മിലുള്ള ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഡാറ്റ മാറി. ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇതെല്ലാം ഉണ്ടാക്കിയത്, ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചത്. തെറ്റിപ്പോയി മാപ്പും പറഞ്ഞ് അദ്ദേഹം പോയി, ഈ സഞ്ജയ് എന്ന് പറയുന്ന ആൾ. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന ആരോപണങ്ങൾക്കെല്ലാം തന്നെ മാധ്യമ ശ്രദ്ധ കിട്ടാതെ രാഹുൽ ഗാന്ധി മാപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഇത് തന്നെ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഡാറ്റ കൊണ്ടുവന്ന ആൾ തന്നെ പറയുന്നു ഇത് എന്താണ് ഒരു എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധമാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടും ഇദ്ദേഹം അതിൽ തന്നെ ഇപ്പോഴും പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്തായാലും ബീഹാറിലെ മാധ്യമങ്ങൾ പോലും വലിയ രീതിയിൽ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നും തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാം ഘട്ട പ്രതിഷേധമായിട്ട് ഇറങ്ങിയത്. അതായത് മോദിയെ തെറി വിളിച്ചുകൊണ്ട് രണ്ടാം ഘട്ട പ്രചരണത്തിന് രാഹുൽ ഗാന്ധിയും കൂട്ടി ഇറങ്ങിയിരിക്കുന്നത്. മോദിയെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അഭിവന്ദ്യമായിട്ടുള്ള മാതാവിനെ കൂടെ ഇതിനകത്തേക്ക് വലിച്ചിഴച്ചിട്ടുണ്ട്. അതായത് അനാവശ്യമായി തീർത്തും പ്രകോപനപരമായിട്ടുള്ള ഒരു മുദ്രാവാക്യങ്ങളും പരാമർശങ്ങളും അടങ്ങിയ ഒരു വീഡിയോ കോൺഗ്രസ് ബീഹാറിൽ ഈ യാത്രയോടനുബന്ധിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈറൽ വീഡിയോ കണ്ടുകൊണ്ടാണ് ജനങ്ങൾ സഹികെട്ട് ഈ യാത്രയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് പാറ്റ്നയിൽ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിക്കുകയും ഈ യാത്രയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായി രംഗത്തിറങ്ങുകയും ചെയ്തപ്പോഴാണ് അവിടുത്തെ ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാകുന്നത്. കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ഇന്ത്യ മുന്നണി നേതാക്കന്മാരെയും എല്ലാം കവളി മെഡൽ വെട്ടി അടിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇവന്മാരുടെ എല്ലാം പുറം പൊളിച്ച് വിട്ടിട്ടുണ്ട് പാറ്റ്നയിലെ ജനത. കാരണം നരേന്ദ്രമോദി ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ തെറി വിളിക്കാനോ അദ്ദേഹത്തിൻ്റെ അഭിവന്ദ്യ മാതാവിനെ കുറിച്ച് ഇല്ലാത്തതല്ലെങ്കിൽ മോശമായ പരാമർശം നടത്താനോ ആർക്കും അവകാശമില്ല. അത് ഈ രാജ്യത്തെ ജനത വെറുതെ കേട്ടുകൊണ്ട് നിൽക്കുമെന്നും തോന്നുന്നില്ല. അത് തെളിയിക്കുന്നതാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ കണ്ടത്. അതായത് പ്രധാനമന്ത്രിയെ കള്ളനെന്ന് നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ വിളിച്ചപ്പോൾ ബാലറ്റ് പെട്ടിയിലൂടെയാണ് ജനം അതിന് മറുപടി നൽകിയത്. ചൗക്കിദാർ ചോർഹെ എന്നുള്ള എന്താ പറയുക, കുട്ടികൾ പോലും വിളിക്കാത്തൊരു മുദ്രാവാക്യത്തിന് ജനങ്ങൾ ബാലറ്റ് പെട്ടിയിലൂടെയാണ് മറുപടി നൽകിയത്. ഇപ്പോൾ അദ്ദേഹം നരേന്ദ്രമോദി എന്ന മകനെയും നരേന്ദ്രമോദിയുടെ അമ്മയും ഈ ഒരു ഇന്ത്യക്കാരിൽ മനസ്സിൽ വളരെയധികം എത്രത്തോളം ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ എത്രത്തോളം നേടിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ നമ്മളിപ്പോൾ ബീഹാറിൽ കണ്ട ഈ പ്രതിഷേധം. അതായത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ഒരു സാധാരണ പൗരനായി വന്ന് മുനിസിപ്പാലിറ്റിയുടെ ആംബുലൻസിൽ ആ മൃതദേഹം കയറ്റിക്കൊണ്ടുപോയി സാധാരണക്കാരിയായ ഒരു മാതാവിനെ സംസ്കരിക്കുന്നത് പോലെ മകൻ്റെ കടമ നിർവഹിച്ച് മണിക്കൂറുകൾക്കകം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരികെ എത്തി നിർണായകമായ അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതൊക്കെ രാജ്യം കണ്ടതാണ്. അപ്പോൾ ആ അമ്മയും മകനെയും രാജ്യത്തെ ജനങ്ങൾ എത്രത്തോളം നെഞ്ചിലേറ്റിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങനെ അപമാനിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയില്ല. ഒരു വൃത്തികെട്ട രാഷ്ട്രീയമാണ്. ആര് കളിച്ചാലും അവനെ തെരുവിലിട്ട് തന്നെ നേരിടണം, അല്ലെങ്കിൽ അടിച്ചോടിക്കണം എന്നുള്ളതാണ് ബീഹാർ ജനത ഈ സംഭവത്തിലൂടെ കാണിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അസത്യവും അതുപോലെ തന്നെ ഹിംസയും ഒന്നും നിലനിൽക്കുകയില്ല, സത്യവും അഹിംസയും മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നൊക്കെ. ഇദ്ദേഹമാണ് അത് സ്വയം കണ്ണാടി നോക്കി ആദ്യം പറയേണ്ടത്. കാരണം സത്യവും അഹിംസ എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിനുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അഹിംസ എന്ന് പറയുന്നത് ഒരാളെ കായികപരമായി ഉപദ്രവിച്ചാൽ മാത്രമേ അഹിംസ ആവുകയുള്ളൂ എന്നില്ല, അല്ലെങ്കിൽ ഹിംസ ആവുകയുള്ളൂ എന്നില്ല. ഒരാളെ മാനസികമായി വേദനിപ്പിക്കുന്നത് ഹിംസ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ രാഹുൽ ഗാന്ധി സ്വയം കണ്ണാടി നോക്കി ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇതിനൊക്കെ ബീഹാറിലെ ജനങ്ങൾ വോട്ടിംഗ് ബാലറ്റിലൂടെ ഉത്തരം പറയാനിരിക്കുകയാണ്. അതിനു മുമ്പ് അങ്ങേയറ്റം ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ പിന്നെ അവർ കൈവയ്ക്കാതെ എന്ത് ചെയ്യും? അടിച്ച് പുറം പൊളിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ആലങ്കാരികമായിട്ടുള്ള പദങ്ങൾ കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. സംഭവിച്ചത് ഇത്ര മാത്രമാണ്.